അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാഹിസ് റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഷെയ്ഖുൽ ഹദീസ് ജ്ഞാനവീഥിയിലെ വിളക്കുമാടം എന്ന കൃതിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിജ്ഞാനങ്ങളുടെ വളർച്ചയ്ക്കും ഇസ്ലാമിക വിജ്ഞാന പ്രചാരണത്തിനും ജീവിതം സമർപ്പിച്ച ഒരു മഹാനായ പണ്ഡിതൻ്റെ ജീവിതവും ജീവിതത്തിലെ കറാമത്തുകളും സേവനങ്ങളും അവതരിപ്പിക്കുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ആകർഷണം ഒരു വ്യക്തിയുടെ ജീവചരിത്രം പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇസ്ലാമിക മൂല്യങ്ങളും വിജ്ഞാനത്തിൻ്റെ മഹത്വവും സമൂഹ സേവനത്തിൻ്റെ പ്രാധാന്യവും വായനക്കാരിലേക്ക് എത്തിക്കുന്നു. പുസ്തകത്തിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്ന ആശയം വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അറിവ് നേടുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണെന്നും പഠിച്ച അറിവ് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ പ്രധാന സന്ദേശം സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃക പിന്തുടരുന്നതിലൂടെ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പുരോഗതി സാധ്യമാക്കുമെന്ന് പുസ്തകം വിശദീകരിക്കുന്നു. അതുപോലെ വിനയം, ലാളിത്യം, ആത്മാർത്ഥത എന്നിവയാണ് ഈ മഹാപണ്ഡിതൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണങ്ങളായി പുസ്തകം അവതരിപ്പിക്കുന്നത്. ഉയർന്ന പദവിയിലായിരുന്നിട്ടും അദ്ദേഹം സാധാരണക്കാരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറിയിരുന്നു എന്ന സന്ദേശം വായനക്കാരെ സ്വാധീനിക്കുന്നു. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന പാഠം വിദ്യാഭ്യാസവും സ്വഭാവശുദ്ധിയും ഒരുപോലെ പ്രധാനമാണ് എന്നതാണ്. അറിവ് മാത്രം മതിയാകില്ല, നല്ല സ്വഭാവവും ക്ഷമയും സേവന മനോഭാവവും ഉണ്ടായിരിക്കണം എന്ന സന്ദേശം പല ഭാഗങ്ങളിലും വായിക്കുമ്പോൾ കാണാൻ കഴിയും. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ ലളിതമായ ഭാഷയിൽ ആഴത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും പൊതുവായനക്കാർക്കും ഒരുപോലെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശമെന്നുള്ളത് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം, സുന്നത്തനുസരിച്ചുള്ള ജീവിതം, വിനയം, ലാളിത്യം, സത്യസന്ധത, അധ്യാപനത്തിൻ്റെയും ദഅവത്തിൻ്റെയും മഹത്വം, സാമൂഹിക സേവനവും മാനവികതയും, നല്ല സ്വഭാവത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു, ജീവിതം മുഴുവൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി പറയുകയാണെങ്കിൽ ഷെയ്ഖുൽ ഹദീസ് ജ്ഞാനവീഥിയിലെ വിളക്കുമാടം എന്ന പുസ്തകം ഒരു ജീവചരിത്രം മാത്രമല്ല, അറിവും ആത്മീയതയും നല്ല സ്വഭാവവും സാമൂഹിക സേവനവും ഒരുമിച്ച് പഠിക്കുന്ന ഓരോ പ്രചോദനാത്മക പുസ്തകമാണിത്. ഈ പുസ്തകം വായിക്കുന്നവർക്ക് സ്വന്തം ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനം ലഭിക്കും. ഇനി ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 1939 നെല്ലിക്കുത്ത് ഉസ്താദ് ജനിക്കുന്നത്. മർഹൂം മുസ്ലിയാരകത്ത് അഹമ്മദ് മുസ്ലിയാർ, കോട്ടക്കുത്ത് മറിയം എന്നിവരാണ് നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ മാതാപിതാക്കൾ. നെല്ലിക്കുത്ത് സ്വലാഹുദ്ദീൻ മദ്രസ, നെല്ലിക്കുത്ത് ഗവൺമെൻറ് സ്കൂൾ പ്രാഥമിക പഠനം പൂർത്തിയാക്കുന്നത്. മർഹൂം കുഞ്ഞി ഹസൻ ഹാജി നെല്ലിക്കുത്ത്, മർഹൂം കാട്ടുകണ്ടം കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഞ്ചേരി, മർഹൂം KC ജമാലുദ്ദീൻ മുസ്ലിയാർ, മർഹൂം കുട്ടി മുസ്ലിയാർ, അല്ലാമ ഇബ്രാഹിം ബലിയാവി, സയ്യിദ് ഫഖർ അഹമ്മദ് എന്നിവരായിരുന്നു നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ ഗുരുവര്യർ.
ദാറുൽ ഉലൂം ദയൂബന്ദിലായിരുന്നു ഉപരിപഠനം നെല്ലിക്കുത്ത് ഉസ്താദ് നടത്തിയിരുന്നത്. അരിമ്പ്ര, നെല്ലിക്കുത്ത്, കാവന്നൂർ, പൊടിയാട്, പുല്ലാര, ആലത്തൂർ പടി, നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്, കാരന്തൂർ മർക്കസു സഖാഫത്തു സുന്നിയ എന്നിവയിലായിരുന്നു ഉസ്താദ് അധ്യാപനം നടത്തിയിരുന്നത്. മിഷ്കാത്ത് എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം 8 വാള്യത്തോളം വരുന്ന മിർആത്ത് എന്ന കിതാബും, അഖീദത്തു സുന്ന, ഫിഖ്ഹു സുന്ന, ഹാഷിയത്തു തസ്രീഹു മന്തിഖ്, തക്രീർ മുല്ല ഹസൻ, ഹാഷിയത്തു റിസാലത്തുൽ മാറന്ദീനി എന്നീ അറബി കിതാബുകൾ ഉസ്താദ് രചിച്ചിട്ടുണ്ട്. അതുപോലെ തൗഹീദ് ഒരു സമഗ്ര പഠനം, മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം, ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങൾ, ഇസ്ലാം മതം, ജുമഅ പഠനം, 3 വാള്യം വരുന്ന ഫത്താവ, മദ്ഹബ് ഒരു ഹ്രസ്വ പഠനം എന്നീ മലയാളത്തിലുള്ള കൃതികളും ഉസ്താദ് രചിച്ചിട്ടുണ്ട്. അതുപോലെ സുന്നി വോയിസ് ചീഫ് എഡിറ്ററായി 15 വർഷക്കാലം ഉസ്താദ് പ്രവർത്തിച്ചിരുന്നു. മലപ്പുറം ജില്ലാ സമസ്ത മുഷാവറ വൈസ് പ്രസിഡന്റ്, കേന്ദ്ര മുഷാവറ മെമ്പർ, അഖിലേന്ത്യാ ജാമിയത്തുൽ ഉലമ മെമ്പർ, മലപ്പുറം ജില്ലാ സംയുക്ത ഖാളി, കാരന്തൂർ മർക്കസു സഖാഫത്തു സുന്നിയ വൈസ് പ്രിൻസിപ്പൽ, മഞ്ചേരി ജാമിയ ഹിക്കമിയ പ്രസിഡന്റ്, മേലാറ്റൂർ ഇസ്ലാമിക് അക്കാദമി പ്രസിഡന്റ് എന്നീ സാരഥ്യവും ഉസ്താദ് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ഗസാലി അവാർഡ്, ഇമാം നവവി അവാർഡ്, എടപ്പള്ളി ദഅവാസൽ അവാർഡ്, സഖാഫി ഷൂറ അവാർഡ്, മുഹദ്ദിസുൽ ഉലമ അവാർഡ്, മഖ്ദൂം അവാർഡ്, മർക്കസ് ഇഹ്യാ സുന്ന അവാർഡ് എന്നീ അവാർഡുകൾ ഉസ്താദ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി കുടുംബപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഉസ്താദിൻ്റെ ഭാര്യയുടെ പേര് ഹലീമ എന്നായിരുന്നു. അതുപോലെ അബ്ദുൽ ജബ്ബാർ, അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ് സഖാഫി, ഫാത്തിമ, ആയിഷ, ഖദീജ, മറിയം എന്നീ മക്കൾ ഉസ്താദിന് ഉണ്ടായിരുന്നു. അതുപോലെ മുഹമ്മദ് മുസ്ലിയാർ ചെങ്ങര, അഹമ്മദ് ദാരിമി ഒഴുകൂർ, അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ, അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം എന്നീ മരുമക്കൾ ഉസ്താദിന് ഉണ്ടായിരുന്നു. അങ്ങനെ 2011 ഏപ്രിൽ 3 റബീഉൽ ആഖിർ 29 ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ വഫാത്താവുകയാണ്.